ഹായ്. അവൽ നനച്ചത്, അവൽ റൈസ് ഫ്ലേക്സ് അല്ലെങ്കിൽ ഹിന്ദിയിൽ പോഹ എന്ന് പറയുന്നത് നല്ലൊരു ഈവനിങ് സ്നാക്ക് ഓപ്ഷൻ ആയിരിക്കും. കാരണം ഇത് നല്ലൊരു കോമ്പിനേഷൻ ആണ്. റൈസ് ഫ്ലേക്സ് പ്ലസ് ജാഗറി എനർജി ബൂസ്റ്റപ്പിന് വളരെ നല്ലൊരു ചോയ്സ് ആണ്. അതുപോലെ തന്നെ അയൺ കണ്ടന്റ് ഉള്ളത് കൊണ്ട് അനീമിയ ഇഷ്യൂസ് ഉള്ളവർക്ക് ഇത് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ടേസ്റ്റ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് കൺസ്യൂം ചെയ്യുന്നതിന് മുന്നേ മുകളിൽ കുറച്ച് നാരങ്ങ നീര് പിഴിഞ്ഞൊഴിച്ചാൽ വൈറ്റമിൻ സിയുടെ പ്രസൻസ് കൊണ്ട് അയണിന്റെ അബ്സോർപ്ഷൻ കുറച്ചുകൂടെ ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും. റൈസ് ഫ്ലേക്സ് എന്ന് പറയുന്നത് ഗ്ലൂട്ടൻ ഫ്രീ ആയതുകൊണ്ട് തന്നെ സീലിയാക് പേഷ്യൻസിനും ഇത് കൺസ്യൂം ചെയ്യാവുന്നതാണ്. ഇതിൽ ഫൈബർ കണ്ടന്റ് പ്രസന്റ് ആണ്. ഫൈബർ കണ്ടന്റ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ബബൽ മൂവ്മെന്റ്സിനെ പ്രൊമോട്ട് ചെയ്യാനും ഇവര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞു എനർജി ഡെൻസ് ആണ്, എനർജി ബൂസ്റ്റപ്പ് ചെയ്യുന്നു. അപ്പോൾ ഒത്തിരി കഴിച്ചാൽ മോഡറേഷനിൽ അല്ലാണ്ട് നിങ്ങൾ ഒത്തിരി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഷുഗർ സ്പൈക്കിനും ചാൻസ് ഉണ്ട്, വെയിറ്റ് ഗെയിനിനും ചാൻസ് ഉണ്ട്. അപ്പൊ ഡയബറ്റീസ് അല്ലെങ്കിൽ വെയിറ്റ് ലോസ് ഡയറ്റ് നോക്കുന്നവർക്ക് നല്ലൊരു ചോയ്സ് ആയിരിക്കത്തില്ല. എന്നാലും മോഡറേറ്റ് അളവിലാണെങ്കിൽ കുറച്ചൊക്കെ നിങ്ങൾക്ക് കൺസ്യൂം ചെയ്യാവുന്നവയാണ്. അതുപോലെ അളവ് കൂടിയാല് ഫൈബർ ഒത്തിരി ആയാല് റൈസ് ഫ്ലേക്സ് നിങ്ങൾ ഒത്തിരി കഴിച്ചാല് നിങ്ങളുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെ അഫക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഒത്തിരി ആയാൽ ബ്ലോട്ടിംഗ്, ഗ്യാസ് ഇഷ്യൂസ് പോലുള്ള പ്രോബ്ലംസ് ഉണ്ടാക്കാം. പിന്നെ ജാഗറിയാണ്. റിഫൈൻഡ് ഷുഗറിനെക്കാളും അൺറിഫൈൻഡ് ജാഗറി ഒരു പരിധിവരെ ബെറ്റർ ആണ്. പക്ഷെ അതും ഒത്തിരി കഴിച്ചാൽ ഷുഗർ സ്പൈക്കിന് കാരണമാകും. മറ്റു ഷുഗറി ഐറ്റംസ് പോലെ ടൂത്തിന് ഒത്തിരി കഴിച്ചാൽ നമ്മുടെ പല്ലുകൾക്ക് പ്രശ്നം ഉണ്ടാകും. അപ്പൊ കഴിച്ചതിന് ശേഷം നല്ലോണം വായ കഴുകുക. അല്ലെങ്കിൽ മറ്റേതൊരു ഷുഗറി പ്രോഡക്റ്റ് കഴിക്കുന്നത് പോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ടൂത്ത് ഡീക്കെ പോലുള്ള ഇഷ്യൂസ് വരാനും ചാൻസ് ഉണ്ട്. സോ മോഡറേറ്റ്ലി കഴിച്ചാല് എന്തുകൊണ്ടും ഫ്രൈഡ് ഐറ്റംസും അല്ലാണ്ട് പ്രോസസ്ഡ് ഐറ്റംസ് ഒക്കെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതിനേക്കാളും ഒരു ഈവനിങ് സ്നാക്ക് എന്ന ഒരു ഹെൽത്തി ഈവനിങ് സ്നാക്കിന് ഒരു പരിധിവരെ മോഡറേറ്റ് അളവിൽ നല്ലൊരു ഹെൽത്തി ഓപ്ഷൻ ആയിരിക്കും നമ്മുടെ റൈസ് ഫ്ലേക്സ് അല്ലെങ്കിൽ അവൽ നനച്ചത്. താങ്ക് യു.